ഷഫീർ, വിമർശനത്തിലൂടെ നിങ്ങളൊക്കെ സംസ്ഥാന ദ്രോഹികളാവുകയാണോ? അല്ല, ഞങ്ങൾ ഇപ്പോഴും പറയാം. അതിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ പറയുന്നതിൽ ഒരു കാര്യത്തിൽ സത്യമുണ്ട്. എന്തറിയോ, കേന്ദ്ര സർക്കാർ നമ്മുടെ വയനാടിലെ ഡിസാസ്റ്റർ വരുന്നതിന് ശേഷം നടന്ന തെലങ്കാനയിലും ബീഹാറിലും ഒറീസയിലും പ്രളയത്തിന് ശേഷം കേന്ദ്ര അലോക്കേഷൻ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിന് ഇതുവരെയും കൊടുത്തിട്ടില്ല. അപ്പോൾ പറയും കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണെന്ന് പറയും. ഈ പറയപ്പെടുന്ന 3 സ്റ്റേറ്റുകളും ഔദ്യോഗികമായി കണക്കുകൾ കൊടുക്കാനിരിക്കുന്നതേ ഉള്ളൂ. അടിയന്തര സഹായം എന്ന നിലയിൽ പണം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ പണം കൊടുക്കുമെന്ന് പറയേണ്ട, കൊടുത്തേ പറ്റൂ. ആരും ഔദാര്യമൊന്നുമില്ല, കൊടുത്തേക്കണം. രണ്ടാമത്തെ കാര്യം, സർ, ഞാൻ ഒരു കാര്യം പറയട്ടെ. കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങൾ കണ്ടു, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ, നിങ്ങൾ കണ്ടു, നിങ്ങൾ മഹാപ്രളയമുണ്ടായി, അതിൻ്റെ പണത്തിൻ്റെ പലരും കണ്ടു. അതിനുശേഷം അതിൻ്റെ പല കണക്കുകളും ഇന്നുവരെയും നിങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എത്ര കിട്ടി, എത്ര ചിലവഴിച്ചു, എത്ര ബാക്കിയുണ്ട്, നിങ്ങൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഏറ്റവും അവസാനം ഞാനിരിക്കുന്നത് തിരുവനന്തപുരത്ത്. ആ കോവിഡ് കാലഘട്ടത്തിൽ ആറ്റുകാൽ പൊങ്കാല, നിങ്ങൾ ആലോചിക്കണം, ആറ്റുകാൽ പൊങ്കാല നടക്കാതിരുന്നിട്ട് കൂടി അതിൻ്റെ പേരിൽ ഇവിടെ ടിപ്പറുകാർക്കും മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് പൊറോട്ട കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ നിങ്ങളുടെ ആളുകൾ കട്ടെടുത്തിട്ടുണ്ട്. നിങ്ങളിതൊരു സ്ഥിരം പരിപാടിയാണ്. കഴക്കൂട്ടത്ത് ഈ കോവിഡ് സമയത്ത് കഴക്കൂട്ടത്ത് ഹൃദയവാൾവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ ഉപകരണങ്ങളും മറ്റ് സാധനങ്ങളും വാങ്ങാനെന്ന പേരിൽ നിങ്ങൾ പച്ചക്കറി കമ്പനിയിൽ നിന്ന് പോലും നിങ്ങൾ ഇല്ലാത്ത വൗച്ചറിൻ്റെ പേരിൽ പണം ചെലവഴിച്ചവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കെതിരായി ആളുകൾ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അഖിൽമാരാർക്കെതിരെയല്ല, ആർക്കെതിരെ നിങ്ങൾ കേസെടുത്താലും നിങ്ങൾക്കെതിരായി വിരലുകൾ ചൂണ്ടുന്നത് കാരണം ഇതാണ്. പിണറായി സാർ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ബഹുമാന്യ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ നമ്മളെല്ലാം പണ്ട് കാലത്ത് കേട്ടിട്ടുണ്ട്. എന്താ അറിയോ, ശവപ്പെട്ടി കുംഭകോണം എന്ന് കേട്ടിട്ടുണ്ട്. ശവപ്പെട്ടി, കാർഗിൽ യുദ്ധവീരന്മാരുടെ ശവപ്പെട്ടിയിൽ കുംഭകോണം. ആ കുംഭകോണത്തെ ആക്ഷേപിച്ച CPM-ന്റെ മേൽ ദേ ഇപ്പോൾ ശവമടക്ക് കുംഭകോണം വരാൻ പോവല്ലേ. ശവമടക്ക് കുംഭകോണം എന്ന് ഇത് ആളുകൾ പറയില്ലേ? മരിച്ചുപോയ മനുഷ്യനെ കബറടക്കുന്നതും അല്ലെങ്കിൽ അവനെ പെട്ടി വാങ്ങുന്നതിൽ വരെ കണക്കുകളിൽ കള്ളത്തരം കാണിക്കുന്ന പിണറായി വിജയനോട് കാലം കണക്ക് ചോദിക്കില്ലേ? ഞങ്ങൾക്ക് പറയാനുള്ളതാണ്. ആ ശവപ്പെട്ടി കുംഭകോണം പുറത്തു കൊണ്ടുവന്നത് ഒരു മലയാളി മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം ജോലി ചെയ്യുന്നത് ഇംഗ്ലീഷ് മാധ്യമത്തിലായിരുന്നുവെങ്കിലും രാജേഷ് രാമേന്ദ്രൻ. ശരിയാണ്.